ഗുഡ് മോർണിംഗ്. ഇന്ന് നമ്മൾ സോഷ്യോളജിയാണ് എടുക്കാൻ പോണത്. സോഷ്യോളജിയിലെ നെക്സ്റ്റ് ചാപ്റ്റർ സോഷ്യലൈസേഷൻ ആസ് എ പ്രോസസ് ഓഫ് ലേണിംഗ്. സാമൂഹ്യവൽക്കരണം ഒരു പഠന പ്രക്രിയ എന്ന നിലയിൽ. സോഷ്യലൈസേഷൻ ആസ് എ പ്രോസസ് ഓഫ് ലേണിംഗ്. അപ്പോൾ നമ്മൾ സൊസൈറ്റിയിലേക്ക് നമ്മളൊരു സൊസൈറ്റിയിൽ ജീവിക്കുന്ന ഒരാൾ എന്ന നിലയിൽ നമ്മൾ എന്ത് വേണം, കുറച്ച് നിയമങ്ങളൊക്കെ പാലിക്കണം. അല്ലെങ്കിൽ നമുക്ക് അവിടെ ജീവിക്കണമെങ്കിൽ കുറച്ച് കണ്ടീഷൻസൊക്കെ ഉണ്ട്. നമ്മൾ എങ്ങനെയാണ് അത് ആർജിച്ചെടുക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ എങ്ങനെയാണ് ഒരു സൊസൈറ്റിയുടെ ഭാഗമാവുന്നത്, അതിനെക്കുറിച്ചാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ നോക്കാനായിട്ട് പോണത്. അപ്പോൾ എന്താണ് ഈ സാമൂഹ്യവൽക്കരണം അല്ലെങ്കിൽ സോഷ്യലൈസേഷൻ എന്ന് നമുക്ക് ആദ്യം നോക്കാം. വ്യക്തികൾ ഗ്രൂപ്പിൻ്റെ മാനദണ്ഡങ്ങളുമായി പൊരുത്തപ്പെടാൻ പഠിക്കുന്ന പ്രക്രിയയാണ് സാമൂഹ്യവൽക്കരണം. ഒന്നുമല്ല, എന്താണ്, ഒരു ഇൻഡിവിജ്വൽ അല്ലെങ്കിൽ ഒരു വ്യക്തി, നമ്മൾ ഒരു സൊസൈറ്റിയുടെ ഭാഗമായിട്ട് നമ്മൾ പഠിക്കുക, അല്ലെങ്കിൽ നമ്മൾ ഒരു സൊസൈറ്റിയുടെ ഭാഗം എങ്ങനെയാകുന്നു, അതാണ് എന്ത്, നമ്മുടെ സോഷ്യലൈസേഷൻ അല്ലെങ്കിൽ സാമൂഹ്യവൽക്കരണം എന്ന് പറയുന്നത്. ഡെഫിനിഷൻ പഠിക്കാം. വ്യക്തികൾ ഗ്രൂപ്പിൻ്റെ മാനദണ്ഡങ്ങളുമായി പൊരുത്തപ്പെടാൻ പഠിക്കുന്ന പ്രക്രിയയാണ് എന്ത്, സോഷ്യലൈസേഷൻ. ഇനി എന്തൊക്കെയാണ് അതിൻ്റെ ഘട്ടങ്ങൾ, എന്തൊക്കെയാണ് അതിൻ്റെ സ്റ്റേജസ് എന്ന് നോക്കാം. ഇതിന് പ്രധാനമായിട്ട് 4 സ്റ്റേജുകളാണ് വരുന്നത്. സോഷ്യലൈസേഷന് പ്രധാനമായും 4 സ്റ്റേജുകളാണ് വരുന്നത്. ഒന്നാമത്തത് ഇൻഫാൻറ്റ് സ്റ്റേജ്, രണ്ടാമത്തത് ചൈൽഡ് സോഷ്യലൈസേഷൻ, 3 അഡോളസെൻ്റ് സോഷ്യലൈസേഷൻ, 4 അഡൾട്ട് സോഷ്യലൈസേഷൻ. 1 ഇൻഫാൻറ്റ് സോഷ്യലൈസേഷൻ, 2 ചൈൽഡ് സോഷ്യലൈസേഷൻ, 3 അഡോളസെൻ്റ് സോഷ്യലൈസേഷൻ, 4 അഡൾട്ട് സോഷ്യലൈസേഷൻ. അപ്പോൾ നമുക്ക് ഒന്നാമത്തെ നോക്കാം. ശൈശവ സാമൂഹ്യവൽക്കരണം അല്ലെങ്കിൽ ഇൻഫാൻറ്റ് സോഷ്യലൈസേഷൻ. അപ്പോൾ ആദ്യം നമ്മളൊരു ശിശുവായിട്ട് നമ്മുടെ ജീവിതം ആരംഭിക്കുകയാണ്. അപ്പോൾ നമ്മൾ ശിശുവായിട്ട് ജീവിതം ആരംഭിക്കുമ്പോൾ നമ്മുടെ ചുറ്റുപാടുകളിൽ നിന്ന് കാര്യങ്ങൾ പഠിച്ചെടുക്കുന്നേ ഉള്ളൂ. നമുക്ക് ഒറ്റയ്ക്കൊന്നും ചെയ്യാൻ പറ്റില്ല. നമ്മളെല്ലാത്തിനും എന്താണ്, മറ്റുള്ളവരെ ആശ്രയിക്കുകയാണ്. എല്ലാ കാര്യത്തിനും നമ്മൾ ആശ്രയിക്കുകയാണ്. അപ്പോൾ നമ്മൾ പതുക്കെയാണ് നമ്മുടെ കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മൾ ആ സൊസൈറ്റിയിലേക്ക് കടന്ന് ചെല്ലുന്നത്. അതാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റേജായിട്ട് വരുന്നത്. ഇനി നെക്സ്റ്റ് സ്റ്റേജാണ് എന്ത്, ബാല്യ സാമൂഹ്യവൽക്കരണം അല്ലെങ്കിൽ ചൈൽഡ് സോഷ്യലൈസേഷൻ. അപ്പോൾ ഈ ഘട്ടത്തിൽ നമ്മൾ എന്താണ്, നമ്മുടെ അയൽപ്പക്കക്കാരുമായിട്ട് ഇടപഴകാനായിട്ട് തുടങ്ങും. അപ്പോൾ നമുക്ക് നമ്മുടെ സുഹൃത്തുക്കൾ ഉണ്ടാവാനായിട്ട് തുടങ്ങും. അടുത്തുള്ള കുട്ടികളായിട്ട് കളിക്കുമ്പോൾ നമുക്ക് ഫ്രണ്ട്സ് വരും. നമ്മൾ സ്കൂളിലേക്ക് പോകും, വേറെ കുട്ടികളായിട്ട് നമ്മൾ ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാവും, നമുക്ക് അധ്യാപകരുണ്ടാവും. അപ്പോൾ അവരായിട്ട് ഇടപഴകുമ്പോൾ നമുക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുറച്ചും കൂടിയും എന്താണ്, നമ്മൾ ആ സൊസൈറ്റി ആയിട്ട് കണക്റ്റഡ് ആവും. മറ്റേത് പറഞ്ഞാൽ നമ്മളങ്ങനെ കണക്റ്റഡ് ആവില്ല. കാരണം നമ്മൾ ഓൾമോസ്റ്റ് നമ്മുടെ ടൈം എപ്പോഴും നമ്മുടെ ആ ഒരു ഫാമിലി മാത്രമായിരിക്കും. സൊസൈറ്റി ആയിട്ട് നമ്മളവിടെ കണക്റ്റഡ് ആവുന്നില്ല. ഇവിടെ എങ്ങനെയാണ്, നമ്മൾ പതുക്കെ സമൂഹത്തിലേക്ക് അങ്ങോട്ട് ഇറങ്ങി ചെല്ലാനായിട്ട് തുടങ്ങും. ഈ ഒരു ടൈം പീരീഡ് എന്ന് പറയുന്നത് ഒരു 3 years മുതൽ, നമ്മൾ ജനിച്ച 3 years മുതൽ ഒരു 13 year വരെയുള്ള ഒരു ടൈമിനെയാണ് നമ്മൾ ഈ ചൈൽഡ് സോഷ്യലൈസേഷൻ എന്ന് പറയുന്നത്. ഇനി 3rd സ്റ്റേജാണ് കൗമാര സാമൂഹ്യവൽക്കരണം അല്ലെങ്കിൽ അഡോളസെൻ്റ് സോഷ്യലൈസേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ സമയം എന്ന് പറയുന്നത് വളരെ പ്രശ്നമുള്ളൊരു സമയമാണ്. ഈ കുട്ടിയിൽ നിന്ന് ഒരുപാട് എതിർപ്പുകൾ വരുന്നൊരു കാലഘട്ടമാണ് ഈ അഡോളസെൻ്റ് സോഷ്യലൈസേഷൻ. അപ്പോൾ ഇത് എന്ന് പറയുന്നത് നമ്മുടെ ബാല്യം അങ്ങോട്ട് വിട്ടൊഴിയുന്നു, യൗവനം അങ്ങോട്ട് ആരംഭിക്കുന്നു. ബാല്യം ആണോ അല്ല, യൗവനമായോ അല്ലെങ്കിൽ നമ്മൾ യുവാവായോ യുവതിയായോ ഇല്ല. അപ്പോൾ നമ്മൾ പറയില്ലേ, ഇല്ലത്തിന് ഇറങ്ങും ചെയ്തു അമ്മാത്ത് എത്തും ചെയ്തില്ല എന്ന് പറഞ്ഞൊരവസ്ഥ. നമ്മുടെ ഐഡൻറ്റിറ്റീനെ ചോദ്യം ചെയ്യുന്ന ഏറ്റവും വലിയൊരു അവസ്ഥയാണത്. നമ്മൾ വീട്ടിൽ തന്നെ എന്താണ്, എന്തെങ്കിലും കാര്യങ്ങൾ സംസാരിക്കുന്ന ടൈമിൽ നമ്മൾ അഭിപ്രായം പറയാൻ പോകുമ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ പറയും, അതൊന്നും പറയാൻ നീ ആയിട്ടില്ല, നീ വലുതായിട്ടില്ല എന്ന് പറയും. നമ്മൾ കളിക്കാൻ പറയും, നീ ഇത്ര പ്രായമായില്ലേ, കുട്ടികളെ പോലെ കളിക്കാൻ പോവാണോ എന്ന് ചോദിക്കും. അപ്പോൾ എന്താ നമ്മുടെ ഐഡൻറ്റിറ്റി, കുട്ടിയാണോ അല്ല, വലുതായോ ഇല്ല. അതാണ് ഇവരെ ഏറ്റവും വലിയ പ്രശ്നം. അപ്പോൾ എന്താണ്, ദേഷ്യം, ഫ്രസ്ട്രേഷൻ, അങ്ങനെ ആകെ പെശക് പ്രശ്നങ്ങൾ ആയിട്ടുള്ള ഒരു സമയമാണത്. അപ്പോൾ ഇത് എന്ന് പറയുന്നതാണ് 3ാമത്തെ ഒരു ഘട്ടം. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ സമപ്രായക്കാരായിട്ടുള്ള ആൾക്കാരായിട്ട് ഒരുപാട് ഇടപഴകലുകൾ വരും.
അപ്പോൾ വീട്ടുകാരായിട്ട് നമ്മൾ ശക്തമായിട്ട് എതിർപ്പുകൾ വരുന്നൊരു സമയമാണ്. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി കണക്റ്റഡ് ആവുകയും നമ്മുടെ കാര്യങ്ങൾ തുറന്നു പറയാനും ഒക്കെ എന്താണ് നമ്മുടെ ഫ്രണ്ട്സാണ് വരിക. അപ്പോൾ നമ്മുടെ സാമൂഹികവൽക്കരണം നമ്മൾ ഒന്നുകൂടിയും എന്താണ് ലിബറലായിട്ട് ആ ഒരു രീതിക്ക് പോകും. ഇതാണ് നമ്മുടെ 3ാമത്തെ ഘട്ടം. ഇനി 4ാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് യൗവന സാമൂഹ്യവൽക്കരണം അല്ലെങ്കിൽ അഡൾട്ട് സോഷ്യലൈസേഷൻ. ഇത് നമ്മുടെ ഉള്ളിൽ പ്രകടമായിട്ടുള്ള മാറ്റങ്ങൾ, നമുക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലായി അല്ലേ. അപ്പോൾ നമുക്കറിയാം ഒരു സൊസൈറ്റിയിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ പെരുമാറണം. അപ്പോൾ നമ്മുടെ പ്രൊഫഷൻ, നമ്മുടെ പൊസിഷൻ, ഇതൊക്കെ എന്താണ് നമ്മളെ സൊസൈറ്റിയായിട്ട് നമ്മൾ കണക്ട് ചെയ്തുകൊണ്ടേ ഇരിക്കും. ഇപ്പോൾ നമ്മൾ പഠിച്ച് അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ ബേസിക്കലി ഇപ്പോൾ ഒരു കൂലിപ്പണിക്കാരനായി മാറി ആ ഒരു രീതിയിലായിരിക്കില്ല ചിലപ്പോൾ നമ്മളൊരു കളക്ടറായാൽ മാറുക. അപ്പോൾ നമുക്ക് കൃത്യമായിട്ട് അറിയാം അതുപോലെ തന്നെ ഓരോ സ്ഥലത്ത് എങ്ങനെ പെരുമാറണം. നമുക്ക് യാതൊരു തരത്തിലുള്ള കൺഫ്യൂഷനും ഇല്ല. കാരണം എന്താണ്, നമ്മൾ കംപ്ലീറ്റ്ലി നമ്മൾ ആ സൊസൈറ്റിയുടെ ഭാഗമായ ആ സൊസൈറ്റിയുടെ എല്ലാ നിയമങ്ങളും കാര്യങ്ങളും ഒക്കെ നമുക്ക് അറിഞ്ഞു. അതാണ് നമ്മുടെ ആ ഒരു 4ാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ചെയ്യുന്ന ജോലികൾക്കനുസരിച്ച് നമുക്ക് ആ സൊസൈറ്റീനെ അറിയാനും അതിലിടപഴകാനും ഒക്കെ നമ്മൾ ക്യാപ്പബിളായി കഴിഞ്ഞു. ഇതാണ് നമ്മുടെ സോഷ്യലൈസേഷൻ്റെ 4 സ്റ്റേജസ്. ഇങ്ങനെയൊക്കെ നോക്കുമ്പോൾ ഈ സോഷ്യലൈസേഷൻ എന്ന് പറയുന്നത് നമ്മൾ ലൈഫ് ലോങ് ഇങ്ങനെ നീണ്ടു നിൽക്കുന്ന ഒരു പ്രക്രിയയാണ്. അപ്പോൾ ഈ പ്രക്രിയയിൽ ഏതൊക്കെ ഏജൻസുകളാണുള്ളത്, അതിനൊക്കെ എന്തൊക്കെ ഏജൻസുകളാണ് ഇതിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതെന്നാണ് നമ്മൾ ഇനി അടുത്തായിട്ട് നോക്കുന്നത്. സോഷ്യലൈസേഷൻ്റെ ഏജൻസുകൾ ഏതൊക്കെയാണ്? അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതും 1ാമത്തതുമായിട്ടുള്ളതാണ് ഫാമിലി അല്ലെങ്കിൽ കുടുംബം എന്ന് പറയുന്നത്. ഈ സോഷ്യലൈസേഷനിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് കുടുംബം. അതിൽ തന്നെ അമ്മയിൽ നിന്നാണ് കുട്ടി എല്ലാതും പഠിച്ചു വരുന്നത്. അവൾ ആദ്യം തന്നെ എല്ലാത്തിനും ഫസ്റ്റ് സ്റ്റേജിൽ തന്നെ ആശ്രയിക്കുന്ന ആരെയാണ്? അമ്മേനെയാണ്. അമ്മ പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ അമ്മയുടെ ഭാവങ്ങൾ, ആ ഭാവങ്ങൾ എന്നൊക്കെ പറയുമ്പോൾ ഇൻഫാൻറ്റ് സ്റ്റേജ് തന്നെ ആവണമെന്നൊന്നുമില്ല. ഗർഭാവസ്ഥയിൽ തന്നെ അത് ക്യാപ്ചർ ചെയ്യുന്നുണ്ട് അല്ലേ, എല്ലാ കാര്യങ്ങളും ക്യാപ്ചർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അമ്മ, അത് കഴിഞ്ഞ് അച്ഛൻ, പിന്നെയുള്ള ഫാമിലി മെമ്പേഴ്സ്. ഇതിൽ നിന്നൊക്കെയാണ് ആ സമൂഹത്തിൻ്റെ നിയമങ്ങളും ആ സാമൂഹ്യവൽക്കരണ പ്രക്രിയയിലേക്കും ഒക്കെ അവൻ അങ്ങനെ കടന്ന് ചെല്ലുന്നത്. അപ്പോൾ ഒരു ജീവിതകാലം മുഴുവനും നീണ്ടു നിൽക്കുന്ന ഒരു പ്രക്രിയ ആയതുകൊണ്ട് തന്നെ കുടുംബത്തിന് വളരെയധികം കുടുംബ പാരമ്പര്യം, പരിസരം, അതിനൊക്കെ സാമൂഹ്യവൽക്കരണ പ്രക്രിയയിൽ വളരെയധികം പ്രാധാന്യമുണ്ട്. 2ാമത്തത് സമപ്രായക്കാർ അല്ലെങ്കിൽ നമ്മുടെ പിയർ ഗ്രൂപ്പ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ കൂട്ടുകെട്ടുകൾ എങ്ങനെയാണോ അതിനനുസരിച്ച് നമ്മുടെ രീതികളിലും വ്യത്യാസങ്ങൾ വരാം. കാരണം അവരാണ് എപ്പോഴും നമുക്കൊപ്പമുള്ള ആൾക്കാർ. ഇപ്പോൾ സ്കൂളുകളിൽ പോവുകയാണെങ്കിലും നമ്മൾ ഏറ്റവും കൂടുതൽ ചിലവഴിക്കുന്നത് അവരുടെ കൂടിയാണ്, നമ്മുടെ ഫ്രണ്ട്സിൻ്റെ ഒപ്പമാണ്, കളിക്കാൻ പോകുന്നു ഒക്കെ അങ്ങനെയാണ്. അപ്പോൾ നമ്മുടെ കൂട്ടുകെട്ടുകൾ നമ്മൾ ഏത് തരത്തിലുള്ള ആൾക്കാരുടെ കൂടിയാണ്, അതൊക്കെ ഇത്തരം നമ്മുടെ സോഷ്യലൈസേഷൻ അതൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്യും. അടുത്തത് എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് പറയുമ്പോൾ നമുക്ക് സംസ്കാരം വളരെ ഔപചാരികമായി പഠിപ്പിച്ച് നൽകുന്ന ഒരു സ്ഥാപനമാണ്. ഒരു ചിട്ടയായിട്ടുള്ള സമയക്രമം ഉണ്ടായിരിക്കും. ഇത്ര മണിക്ക് സ്കൂളുകളിൽ വരിക, ഇത്ര സമയത്ത് ഇങ്ങനെ പഠിക്കുക, ഇങ്ങനെ കാര്യങ്ങൾ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ വീടുകളിലും നമുക്ക് കുറേ കാര്യങ്ങൾ പഠിപ്പിച്ചു തരുന്നുണ്ട്. അത് ഇപ്പോൾ കാലത്ത് അച്ഛൻ എഴുന്നേറ്റ് വന്ന് വരൂ, ഇരിക്കൂ, അങ്ങനെ ചെയ്യൂ, ഇങ്ങനെ ചെയ്യുന്നല്ല, നമ്മളിങ്ങനെ ഓട്ടോമാറ്റിക്കലി നമ്മളിങ്ങനെ പഠിച്ചു പോകുന്നതാണ്. പക്ഷേ സ്കൂളുകൾ അങ്ങനെയല്ല, കൃത്യമായിട്ടുള്ള സമയക്രമം വെച്ച് നമ്മളങ്ങനെ പഠിപ്പിക്കുകയാണ്. അപ്പോൾ അതുപോലെ ഔപചാരികമായിട്ട് നമുക്ക് ഓരോ കാര്യങ്ങൾ പഠിപ്പിച്ച് തരുന്നതാണ് നമ്മുടെ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ഇങ്ങനെയുള്ള എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതും നമ്മുടെ സോഷ്യലൈസേഷനിൽ വളരെയധികം പ്രാധാന്യം അർഹിക്കുന്നുണ്ട്. നമ്മളിങ്ങനെ ചിട്ടയായിട്ട് വളർത്തുമ്പോൾ നമ്മൾ ആ ചിട്ട പഠിച്ചു പോവുകയാണ്, അല്ലെങ്കിൽ നമ്മൾ ആ ഒരു ലെവലിൽ നമ്മൾ ആയി പോവുകയാണ്. ഇനിയുള്ളതാണ് മാസ് മീഡിയ കമ്മ്യൂണിക്കേഷൻസ് അല്ലെങ്കിൽ ബഹുജന മാധ്യമങ്ങൾ, ആശയവിനിമയം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ കാലത്ത് അങ്ങനെയാണ് അല്ലേ, മൊബൈൽ ഫോൺസ്, TV, ദിനപത്രങ്ങൾ, ഇതിനൊക്കെ സാമൂഹ്യവൽക്കരണ പ്രക്രിയയിൽ വളരെയധികം പ്രാധാന്യമുണ്ട്. ഇതൊക്കെ നമ്മുടെ കാഴ്ചപ്പാടുകളെ, നമ്മുടെ സ്വഭാവ രൂപീകരണത്തെ
ഒക്കെ വളരെയധികം സ്വാധീനിക്കുന്നുണ്ട്. ഇന്നത്തെ കുട്ടികൾ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ വന്ന് പെടാനായിട്ട് മൊബൈൽ ഫോണുകൾ വളരെ അതിന് ഒരുപാട് ഇൻഫ്ലുവൻസ് ഉണ്ട്. കാരണം അവരെന്താണ് അതിൽ കാണുന്നത് അത് അവരുടെ സ്വഭാവത്തെ ബാധിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളും നമ്മുടെ സോഷ്യലൈസേഷനിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. പിന്നെയുള്ളതാണ് റിലീജിയൻ അല്ലെങ്കിൽ മതം എന്ന് പറയുമ്പോൾ നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ ഉള്ളിൽ അല്ലെങ്കിൽ നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ സ്വഭാവത്തിൽ വന്നു പോകുന്ന കുറച്ച് കാര്യങ്ങളാണ്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ നമ്മളൊരു ഇസ്ലാമായിട്ടോ ജനിച്ചു, നമ്മുടെ വീട്ടുകാരുടെ ഇത് വെച്ചിട്ട് നമ്മളിങ്ങനെ അവരുടെ ഇതില്ലേ പ്രാർത്ഥനകൾ ചൊല്ലാനായിട്ട് നിസ്കരിക്കാനായിട്ട് നമ്മളെ പഠിപ്പിക്കുന്നു. നമ്മൾ അവരുടെ പോലെ രാവിലെ എഴുന്നേറ്റിട്ട് അവരുടെ മതം പഠിക്കാൻ പോകുന്നു. അപ്പോൾ നമ്മൾ വലുതായി വരുമ്പോൾ നമ്മൾ ആ ഒരു മതവിശ്വാസിയായിട്ട് തന്നെ അങ്ങനെ വളർന്നു വരുന്നു. അപ്പോൾ മതത്തിന് നമ്മുടെ സോഷ്യലൈസേഷനിൽ വലിയൊരു പങ്കുണ്ട്. ഇനി നിയമം, ലോ. ഇപ്പോൾ നമ്മളിവിടെ കേരളത്തിൽ ജനിച്ച് വീഴുകയാണെങ്കിൽ കേരളത്തിൽ അല്ലെങ്കിൽ ഇപ്പോൾ ഇന്ത്യക്കൊരു നിയമങ്ങളുണ്ടാവും. ആ നിയമസംഹിത അനുസരിച്ചായിട്ടാണ് നമ്മൾ ജീവിക്കുന്നത്. അതേ നിയമങ്ങൾ ഇവിടെ പുതിയതായി ജനിക്കുന്ന ആ ഒരു ശിശുവിനും ബാധകമാണ്. അപ്പം അവൻ വളർന്നു വരുമ്പോൾ അവനും ഓട്ടോമാറ്റിക്കലി ആ നിയമം പഠിച്ചാണ് വരുന്നത്. അപ്പം അതും അങ്ങനെ അവനും ആ സാമൂഹ്യവൽക്കരണത്തിൽ ആ സമൂഹത്തിൻ്റെ ഭാഗമാവുകയാണ്. ആ നിയമം അനുസരിച്ച് ഭാഗമാവുമ്പോൾ അതും അവൻ്റെ സാമൂഹ്യവൽക്കരണത്തിനെ സ്വാധീനിക്കുന്നുണ്ട്. പിന്നെയാണ് കീഴ്വഴക്കങ്ങൾ എന്ന് പറയുമ്പോൾ ഇപ്പോൾ കുടുംബത്തിലാണെങ്കിലും സമൂഹത്തിലാണെങ്കിലും കുറേ കാലങ്ങളായിട്ട് ഇങ്ങനെ പാലിച്ചുകൊണ്ടിരിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ടായിരിക്കും. ഇപ്പോൾ ഒരു എക്സാമ്പിൾ ഞാൻ പറയുകയാണെങ്കിൽ, ഇപ്പോൾ നമ്മൾ വീട്ടിലിങ്ങനെ ഇരിക്കുമ്പോൾ നമ്മളെക്കാൾ മുതിർന്ന ഒരാൾ വരുമ്പോൾ നമ്മൾ എഴുന്നേറ്റ് നിൽക്കണം. അതിപ്പോൾ നമ്മൾക്ക് വയ്യെങ്കിലും ഇല്ലെങ്കിലും ഒക്കെ വേണം, എഴുന്നേറ്റ് നിൽക്കണം. എഴുന്നേറ്റ് നിന്നില്ലെങ്കിൽ ഒരു ബഹുമാനക്കുറവാണ് കാണിക്കണേ എന്നുള്ളത്. എഴുന്നേറ്റ് നിന്നില്ലെങ്കിൽ അതിന് വയ്യാണ്ടാണോ എന്നൊന്നും ആരും ചിന്തിക്കില്ല. എന്താ അഹങ്കാരം, എഴുന്നേറ്റ് നിന്നില്ല അങ്ങനെ പറയുള്ളൂ. അപ്പം അങ്ങനെ ഒരു കീഴ്വഴക്കം. അപ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി അങ്ങനെ നിന്ന് നമ്മളും അങ്ങനെ ആ ഒരു ഭാഗമായിട്ട് മാറും. അപ്പം ഇത് പക്ഷേ എവിടെ വേണമെന്നില്ല. നമ്മൾ വേറൊരു സൊസൈറ്റിയിലാണെങ്കിൽ, ഇപ്പം അമേരിക്കയിൽ പോയി കഴിഞ്ഞാൽ അങ്ങനെയൊന്നുമില്ല. മുതിർന്നവരെ കണ്ട് എഴുന്നേറ്റ് നിൽക്കണമെന്നോ ചിലപ്പോൾ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നു വരില്ല. അപ്പോൾ നമ്മൾ നമ്മൾ ജനിച്ച് വീഴുന്ന ഒരു സമൂഹത്തിൽ എന്താണോ കീഴ്വഴക്കം, നമ്മളും ഓട്ടോമാറ്റിക്കലി ആ ഒരു സോഷ്യലൈസേഷനിൽ അതിൻ്റെ ഭാഗമായിട്ട് മാറുകയാണ്. ഇതൊക്കെയാണ് നമ്മുടെ സോഷ്യലൈസേഷനിലെ ഏജൻറ്റുകളായിട്ട് വരുന്നത്. ഇനി വ്യക്തിത്വ വികസനത്തിൽ സാമൂഹികവൽക്കരണത്തിൻ്റെ കടമകൾ എന്തൊക്കെയാണെന്നാണ് ചോദിക്കുന്നത്. നമ്മുടെ വ്യക്തിത്വ വികസനത്തിൽ അപ്പോൾ അതെങ്ങനെയൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മളൊരു ഒറ്റയ്ക്ക് ഒരു ബാച്ചിലറായിട്ട് ജീവിക്കുകയാണ്. ബാച്ചിലറായിട്ട് ജീവിക്കുന്ന നമുക്ക് ഇഷ്ടമുള്ള പോലെ ജീവിക്കാം. നാളെ നമ്മൾ പോയിട്ടൊരു കല്യാണം കഴിക്കുമ്പോഴോ നമ്മളായിട്ട് ഇപ്പോൾ നമ്മൾ എത്രയൊക്കെ സ്നേഹിച്ച് കല്യാണം കഴിച്ചാലും, ഇനിയിപ്പോൾ വീട്ടുകാരായിട്ടൊരു അറേഞ്ച്ഡ് മാരേജ് ചെയ്ത് കഴിഞ്ഞാലും, എങ്ങനെയാണെങ്കിലും എത്രയൊക്കെയാണെങ്കിലും ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ഇൻഡിവിജ്വലാണ് നമ്മുടെ ലൈഫിലേക്ക് കടന്നു വരുന്നത്. അവരുടെ ഇഷ്ടങ്ങളും ഒക്കെ വ്യത്യസ്തമായിരിക്കും. എത്രയൊക്കെ നമ്മൾ മാച്ച് നോക്കിക്കഴിഞ്ഞാലും നമ്മൾ കുറച്ചൊക്കെ അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ നമ്മൾ ആ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് വരുമ്പോൾ നമ്മളുടെ ഒരു ഐഡൻറ്റിറ്റീനെ അത് ബാധിക്കുകയാണ്. നമുക്ക് പെട്ടെന്ന് ദേഷ്യം വരുന്ന ഒരാളായിരിക്കും. ആ ഒരു ദേഷ്യം നമ്മൾ അവിടെ കാണിക്കാൻ പാടില്ല. കാണിച്ചാൽ എന്താ പിറ്റേ ദിവസം പെട്ടിയും കിടക്കിയെടുത്ത് പോകും, ഇയാൾ ഭയങ്കര ദേഷ്യക്കാരനാണ്. 1-2 തല്ല് കൊടുക്കുകയാണെങ്കിൽ പിന്നെ കഴിഞ്ഞു. 1 പറഞ്ഞു 2 പോയി. അപ്പോൾ നമ്മളവിടെ ദേഷ്യം കൺട്രോൾ ചെയ്യണം. അല്ലെങ്കിൽ നമ്മുടെ ഒരു ഐഡൻറ്റിറ്റി അല്ലെങ്കിൽ നമ്മുടെ സ്വഭാവം നമ്മളവിടെ മാറ്റി വയ്ക്കുകയാണ്. അല്ലെങ്കിൽ നമ്മൾ വളരെ നീറ്റായിട്ടുള്ള ഒരാളാണ്, സാധനം എടുത്ത് വയ്ക്കുക, അടുക്കി പെറുക്കി വെക്കുന്ന ഒരാളാണെന്ന് വയ്ക്കുക. നമ്മുടെ പാർട്ട്ണർ എന്ന് പറയുന്ന ആളോ ഒക്കെ വലിച്ചു വാരി ഇടാണ്. കാണുമ്പോൾ ഇങ്ങനെ ദേഷ്യമൊക്കെ വരും. നമ്മൾ സഹിച്ച് പിടിച്ച് ഇങ്ങനെ നിൽക്കും. അതിന് നമ്മൾ പ്രതികരിക്കാൻ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ അവിടെ പ്രശ്നങ്ങളുണ്ടാവും. അപ്പോൾ നമ്മൾ കുറച്ചൊക്കെ അഡ്ജസ്റ്റ്മെൻറ്റിലേക്ക് പോകും. അപ്പം അത് നമ്മുടെ സ്വഭാവത്തെ അല്ലെങ്കിൽ ഒരു ഇൻഡിവിജ്വാലിറ്റീനെ അത് ബാധിക്കുകയാണ്. അപ്പോൾ ഈ സോഷ്യലൈസേഷൻ എങ്ങനെയാണ് ഇങ്ങനെ പല തരത്തിൽ ഒരാളുടെ ഒരു വ്യക്തിനെ അല്ലെങ്കിൽ അയാളുടെ ഒരു സ്വഭാവത്തിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. കാരണം ഇങ്ങനെയുള്ള അഡ്ജസ്റ്റ്മെൻറ്റുകളൊക്കെ വരുമ്പോൾ നമ്മൾ അങ്ങനെ ചെയ്തില്ലെങ്കിൽ എന്താ സംഭവിക്കുക, അത് നമ്മുടെ ബന്ധങ്ങളത് ബാധിക്കും. ഇനി ഇത് കഴിഞ്ഞ് കുട്ടികളുണ്ടാകുമ്പോഴോ നമ്മൾ കറക്റ്റ് നേരത്തിന് ഭക്ഷണം കഴിച്ച്, അമ്മമാരൊക്കെ ആണെങ്കിൽ കൃത്യമായോ ഡയറ്റൊക്കെ നോക്കി സുന്ദരികളായോ അണിഞ്ഞൊരുങ്ങി
ഒക്കെ നടന്ന് സൂപ്പറായി ഉറങ്ങിയൊക്കെ ഇരിക്കുന്ന ആളാവും. കുട്ടി ഉണ്ടായിക്കഴിഞ്ഞാലോ കുപ്പിപ്പാട്ട പറക്കാൻ പോണ ആൾക്കാരെ പോലെയും പൊട്ടും തൊടാൻ നേരം ഉണ്ടാവില്ല, കണ്ണെഴുതാൻ നേരം ഉണ്ടാവില്ല, നേരത്തിന് കുളിക്കാൻ പറ്റില്ല, ഭക്ഷണം ഇല്ല, ഉറക്കമില്ല, ഒക്കെ അങ്ങനെ പോകും. അപ്പോൾ ഇവിടെയൊക്കെ എന്താണ് സോഷ്യലൈസേഷൻ എന്ന് പറയുമ്പോൾ എന്താണ്, നമ്മൾ ആ ഒരു ഇതിൻ്റെ ഭാഗമായി നമ്മളിങ്ങനെ മാറുമ്പോൾ ഓട്ടോമാറ്റിക്കലി എന്താണ് നമ്മുടെ ലൈഫും അല്ലെങ്കിൽ നമ്മുടെ സ്വഭാവവും ഒക്കെ എന്താണ് അതിനൊക്കെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് വരാണ്. അതൊക്കെ ഇതിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് നോക്കാനുള്ളൊരു ടേമാണ് എൻകൾച്ചുറേഷൻ. എൻകൾച്ചുറേഷൻ എന്ന് പറയുമ്പോൾ ഒരു തലമുറയിൽ നിന്നും അടുത്ത തലമുറയിലേക്ക് അതിൻ്റെ സാംസ്കാരിക വശങ്ങൾ കൈമാറ്റം ചെയ്യുന്ന പ്രക്രിയ. അല്ലെങ്കിൽ ഈ തലമുറയിൽ ഉണ്ടായിട്ടുള്ള സംസ്കാരം അല്ലെങ്കിൽ ഈ തലമുറയുടെ സംസ്കാരം അടുത്ത തലമുറയിലേക്ക് കൈമാറ്റം ചെയ്യുന്നതിനെയാണ് എന്ത് പറയുക, എൻകൾച്ചുറേഷൻ എന്ന് പറയാം. അപ്പോൾ എന്താണിത് സാമൂഹികവൽക്കരണത്തിൽ നിന്ന് വ്യത്യസ്തമാവുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻകൾച്ചുറേഷൻ എന്ന് പറയുന്നത് സാമൂഹ്യവൽക്കരണത്തിന് വളരെയേറെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഒരു തലമുറയിൽ നിന്ന് മറ്റു തലമുറയിലേക്ക് കാര്യങ്ങൾ എന്ത് വേണം, അതിങ്ങനെ കൈമാറ്റം ചെയ്യപ്പെടണം. അങ്ങനെ ചെയ്യപ്പെട്ടാൽ മാത്രമാണ് ചെയ്യപ്പെടണം, അപ്പോഴാണ് നമ്മുടെ സോഷ്യലൈസേഷൻ അതിൻ്റെ ആ ഒരു പൂർണ്ണത കൈവരിക്കാനായിട്ട് അതിന് പറ്റുള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് നോക്കാനുള്ളത്. പ്രധാനപ്പെട്ടതൊന്നുമില്ല. പ്രധാനമായിട്ട് എന്ത് നോക്കുക, എന്താണ് സോഷ്യലൈസേഷൻ, അതിൻ്റെ സ്റ്റേജസ്, അതിൻ്റെ ഏജൻസ്. ഇതാണ് വലിയ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാവുന്നത്. അതിൽ തന്നെ എന്ത് ചോദിക്കാം, എന്താണ് സ്റ്റേജസ് എന്നൊരു 2 മാർക്ക്, അല്ലെങ്കിൽ ഏതാണ് ഏജൻസ് എന്നൊരു 2 മാർക്കായിട്ട് സെപ്പറേറ്റ് ചെയ്ത് ചോദിക്കാം. പിന്നെ 1 വേർഡൊക്കെ ആയിട്ട് വല്ല എൻകൾച്ചുറേഷൻ എന്താണ് അല്ലെങ്കിൽ സോഷ്യലൈസേഷൻ എന്താണെന്ന് നോക്കിയും അങ്ങനെ ചോദിക്കാം. ഇതാണ് ഈ ചാപ്റ്ററിൽ നിന്ന് ചോദിക്കാനുള്ളൂ. വളരെ കുഞ്ഞൊരു ചാപ്റ്റർ. നന്നായിട്ട് പഠിക്കുക, ടേംസ് നോക്കി വയ്ക്കുക, ഉള്ളിലുള്ളതെന്ന് നോക്കിയാൽ മനസ്സിലാക്കി വായിക്കുക. താങ്ക് യു.